Hi friends, Happy New Year! Before 2023 ആയില്ല വന്നിട്ട് ഇപ്പോൾ 2024 ആയി. ആ സമയത്ത് 2024 ആയപ്പോൾ ഞാനും പപ്പയും മമ്മിയും ടെറസിൽ പോയിട്ട് ഫയർവർക്സും കാണാൻ പോയി. എന്നിട്ട് അവിടെ എല്ലാവരും ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഹെഡിങ് എഴുതിക്കുന്ന Happy New Year! So Happy New Year, friends! Okay. മതിയോ? Okay. ഇന്ന് ഒരു രസത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ വീഡിയോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ രസത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റേതായ രീതിയിലുള്ള ഒരു രസമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. സാധാരണ രസത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകണം, അതായത് ചതച്ചെടുക്കാൻ പോകണം. അപ്പോൾ ചതയ്ക്കുന്ന കല്ലിൽ ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് മിക്സർ ജാറിൽ ചതച്ചെടുക്കുവാണേ. അപ്പോൾ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അതിനല്പം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ചതച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി വേണം. ഏകദേശം ഒരു 10 അല്ലിയൊക്കെ കാണും. ഒരു 3 കഷ്ണം ചുവന്നുള്ളി, ഒരു ചെറിയ പിടി കൊത്തമല്ലി, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഇനി 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാമേ. ക്രഷ് ചെയ്തല്ലാണ് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ പിച്ചി കീറിയും ഇട്ടാലും മതി. പക്ഷെ ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഞാനിത് ഇട്ട് കൊടുക്കുവാണ്. ഇനി നിങ്ങളുടെ കൈ ഒന്ന് കഴുകിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഞെവിടി എടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ ഷേപ്പൊന്നും ഇല്ലാതെ നമ്മൾ പിച്ചി കീറിയും കിട്ടാനും മതി തക്കാളി. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ക്രഷ് ചെയ്യുന്ന സാധനങ്ങൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത്, ചതയ്ക്കുന്ന പരുവത്തിൽ എടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഈ ക്രഷ് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഉരുളി ചൂടാകാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ശരിക്കും ഇത് ഇങ്ങനെ ഞെവടി എടുത്തിട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തൊരു ഇടുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണമാണ് നിങ്ങളുടെ കിച്ചണിലെല്ലാം. നല്ലൊരു രസമാണിത് കേട്ടോ. ഞാൻ നേരത്തെ ഒരു രസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് രസം ഇടാമോ എന്ന്. പിന്നീട് ഇപ്പോഴാണ് ഇടാൻ തോന്നിയത്. ഇത് നല്ലതുപോലെ ചൂടായി, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത്
കഴിഞ്ഞപ്പോഴേ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിരുന്നു കായ ഇടേണ്ടി കേട്ടോ. ഞാൻ അത് എടുത്തു വെച്ചിട്ട് മറന്നു വിടാൻ. അപ്പോൾ ഇച്ചിരി കായ ഇട്ട് കൊടുക്കാം. കായം പൊടിച്ച് വെള്ളം ചേർക്കാം, കായത്തിൻ്റെ പൊടി വെള്ളം ചേർക്കാം. രസത്തിന് ഇച്ചിരി കായം വേണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് ഞാൻ ഇവിടെ കുതിർക്കാൻ വെച്ചിരുന്നു അരമണിക്കൂർ മുന്നേ. അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ പുളി രുചി നോക്കി വേണം ചേർക്കാൻ. എൻ്റെ രുചി ഒന്ന് നോക്കട്ടെ, എൻ്റെ രസത്തിൻ്റെ പുളി രുചി ഒന്ന് നോക്കട്ടെ. പോരാ. അപ്പം ഇങ്ങനെ നോക്കി വേണം ചേർക്കാൻ കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് പുളിയായത്. ഇത്രയെങ്കിലും വേണം. ഇനി ഇതിലേക്ക് എൻ്റെ രസത്തിനൊരു ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഒരു പിടി മല്ലിയില ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ രസം തിളയ്ക്കരുത്. ഇത് നല്ലതുപോലെ ചൂടാവുകയും ചെയ്യാവും കേട്ടോ. സാധാരണ ഈ രസം തിളപ്പിക്കാറില്ല. ഇപ്പം നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അതുപോലെ ഇത്ര വെള്ളം ചേർക്കാവൂ, ഒരുപാട് വെള്ളം ചേർക്കരുത്. പിന്നെ ഈ രസം ഓഫാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട്, അതായത് 2 ദിവസം കഴിയുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു രസമാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പല രീതിയിൽ രസം ഉണ്ടാക്കാം. ചിലർ ഇഞ്ചി ചേർക്കാറില്ല, പിന്നെ ചിലർ വാളംപുളി ചേർക്കുവാണെങ്കിൽ പിന്നെ അതിൽ തക്കാളി ചേർക്കാറില്ല, പുളി രസത്തിൽ തക്കാളി ചേർക്കാറില്ല. അങ്ങനെ പല രീതിയിലും രസം ഉണ്ടാക്കാറുണ്ട്. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. നല്ല ടേസ്റ്റുള്ള രസമാണ് കേട്ടോ. തക്കാളി ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ മതി, എന്നാലേ ഉള്ളൂ ഒരുപാട് പുളിയൊന്നും ആവാതെ നല്ല രീതിയിൽ നല്ലൊരു ടേസ്റ്റിൽ നിങ്ങൾക്ക് രസം ഉണ്ടാക്കാൻ പറ്റും. വെറുതെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ രസം കേട്ടോ. അപ്പോൾ രസം ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതേപോലെ മറ്റൊരു രസത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.